നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു. ഒല്ലൂർ കമ്പനിപ്പടിയിൽ സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. കൊരട്ടി സ്വദേശിയായ പോക്സോ കേസ് പ്രതിയെ 9 വർഷത്തിനു ശേഷം പിടികൂടി. കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിക്ക് വിട നൽകാനൊരുങ്ങി സാംസ്കാരിക നഗരി. ആളൂർ ഉറുമ്പൻകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA ഉപജില്ലാ കമ്മിറ്റി ധർണ നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു. ആളൂർ കടുപ്പശ്ശേരി കച്ചേരിപ്പടി സ്വദേശി തവളക്കുളങ്ങര വീട്ടിൽ നിധിൽ എന്നയാളുടെ വീട്ടിലെ അലമാരയിലെ ലോക്കറിൽ നിന്നും 10 പവനോളം സ്വർണം മോഷ്ടിച്ച കടുപ്പശ്ശേരി സ്വദേശി കിഴുവാട്ടിൽ വീട്ടിൽ അജിതയെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരന്റെ അമ്മ അസുഖം മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് വീട്ടുജോലികൾ ചെയ്യാനായി അജിതയെ നിയോഗിച്ചിരുന്നു. അജിത വീട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് താക്കോലെടുത്ത് ലോക്കർ തുറന്ന് സ്വർണം മോഷ്ടിച്ചത്. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ഒല്ലൂർ കമ്പനിപ്പടിയിൽ സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. പടവരാട് സ്വദേശികളായ സുജ, സഹോദരി ശാന്ത, തിരുവിലാമല കണിയർക്കോട് സ്വദേശി ഓമന എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് അപകടം. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. പരിക്കേറ്റവരെ ഒല്ലൂർ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊരട്ടി സ്വദേശിയായ പോക്സോ കേസ് പ്രതിയെ 9 വർഷത്തിനു ശേഷം പിടികൂടി. പൂജയുടെ മറവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കൊരട്ടി കൊനൂർ സ്വദേശി കരിങ്ങാപ്പള്ളി വീട്ടിൽ മനോജിനെ പ്രത്യേക അന്വേഷണ സംഘം അങ്കമാലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. 2016 ഈ കേസിൽ മനോജിനെ അറസ്റ്റ് ചെയ്തതിൽ 90 ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പിടികിട്ടാപ്പുള്ളികളെ പിടികൂടുന്നതിനായി ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ അങ്കമാലിയിൽ നിന്നും പിടികൂടിയത്. കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിക്ക് വിട നൽകാനൊരുങ്ങി സാംസ്കാരിക നഗരി. നാളെ തൃശൂരിൽ പൊതുദർശനവും വിലാപയാത്രയും നടക്കും. തിങ്കളാഴ്ച കോഴിക്കോട് കോട്ടുളിയിലെ ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിന്റെ ആസ്ഥാനത്താണ് ഖബറടക്കം. ഞായറാഴ്ച രാവിലെ 11:30 ഖബറടക്ക ശുശ്രൂഷയുടെ 1ാം ഘട്ടം തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് നടക്കും. തുടർന്ന് ഡോളേഴ്സ് ബസിലിക്ക പള്ളിയിലേക്ക് 12 മുതൽ അവിടെ പൊതുദർശനം. വൈകിട്ട് 3:30 ബസിലിക്കയിൽ നിന്ന് സ്വരാജ് റൌണ്ട് ചുറ്റി ലൂർദ് പള്ളിയിലേക്ക് വിലാപയാത്ര. വൈകിട്ട് 5 ലൂർദ് പള്ളിയിൽ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കും. ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാർ പോളി കണ്ണൂക്കാടൻ സന്ദേശം നൽകും. മാർ ടോണി നീലങ്കാവിൽ, മാർ പ്രിൻസ് പാണിയങ്ങാടൻ എന്നിവർ സഹകാർമ്മികരാകും. തിങ്കളാഴ്ച രാവിലെ 9:30 ഖബറടക്ക ശുശ്രൂഷയുടെ 2ാം ഘട്ടം ആരംഭിക്കും. മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സംസ്കാര ശുശ്രൂഷയുടെ 3ാം ഘട്ടം. മാനന്തവാടി രൂപതാമെത്രാൻ മാർ ജോസ് പൊരുന്നേടം അനുസ്മരണ സന്ദേശം നൽകും. ശുശ്രൂഷകളിൽ 27ഓളം ബിഷപ്പുമാർ പങ്കെടുക്കും. ലൂർദ് പള്ളിയിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ അർപ്പിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ ഭൗതികദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. ആളൂർ ഉറുമ്പൻകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. റോഡ് വികസനത്തിനായി ടാറിംഗ് പൊളിച്ചു നീക്കിയതിനാൽ കാൽനട യാത്ര പോലും ദുസ്സഹമായി. കഴിഞ്ഞ മെയ് മാസത്തിലെ മഴ മൂലം നിർത്തിവെച്ച പണി 4 മാസത്തോളമായിട്ടും പുനരാരംഭിച്ചിട്ടില്ല. കൊടകര മാള സംസ്ഥാന പാതയിലെ ആളൂർ മേൽപ്പാലം ജംഗ്ഷനിൽ നിന്ന് ചാലക്കുടി നഗരസഭയിൽ ഉൾപ്പെട്ട ഉറുമ്പൻകുന്നിലേക്കുള്ള 3.5 കിലോമീറ്റർ റോഡിന്റെ നവീകരണമാണ് വൈകുന്നത്.
സെന്റ് ജോസഫ് ചർച്ച് ഉറുമ്പൻകുന്ന് റോഡിനായി പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ ഉൾപ്പെടുത്തി 2.73 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ മെയ് മാസത്തിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും മഴ മൂലം പണി തുടരാനായില്ല. റോഡ് വികസനത്തിനായി നിലവിലുണ്ടായിരുന്ന ടാറിംഗ് പൊളിച്ചു നീക്കിയതിനാൽ ഇതുവഴിയുള്ള കാൽനട പോലും ദുരിതമായിട്ടുണ്ട്. ശക്തമായ കാലവർഷത്തിൽ റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ട നിലയിലാണ്. നവീകരണ പ്രവൃത്തി എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, ടെറ്റ് നിലവിലുള്ള അധ്യാപകരെ ഒഴിവാക്കുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി KSTA ഉപജില്ലാ കമ്മിറ്റി ധർണ നടത്തി. DEO ഓഫീസിന്റെ മുൻപിൽ നടന്ന ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജി സി പോൾസൺ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ സെക്രട്ടറി KR സത്യബാലൻ സ്വാഗതവും ഉപജില്ലാ പ്രസിഡന്റ് വർഷ രാജേഷ് അധ്യക്ഷതയും വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വിദ്യ KV അഭിവാദ്യങ്ങൾ നേർന്നു. ഉപജില്ലാ വൈസ് പ്രസിഡന്റ് ഷീല PA നന്ദി പറഞ്ഞു. ഉപജില്ലാ അധ്യാപകർ ധർണയിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 75 രൂപ കൂടി ഗ്രാമിന് 10,280 രൂപ, പവന് 82,240 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു. ഒല്ലൂർ കമ്പനിപ്പടിയിൽ സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. കൊരട്ടി സ്വദേശിയായ പോക്സോ കേസ് പ്രതിയെ 9 വർഷത്തിനു ശേഷം പിടികൂടി. കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിക്ക് വിട നൽകാനൊരുങ്ങി സാംസ്കാരിക നഗരി. ആളൂർ ഉറുമ്പൻകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA ഉപജില്ലാ കമ്മിറ്റി ധർണ നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംരക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.